സിന്ധുവിൻ്റെ അമ്മ അഹാനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എത്തി പറഞ്ഞൊരു കാര്യം, അമ്മുവിൻ്റെ വിവാഹത്തിന് പോലും ഞാൻ പോകില്ല എന്നത്. അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്ന തൻ്റെ ആദ്യ ചെറുമകൾക്കായി ശേഖരിച്ചു വെച്ചിരുന്ന സ്വർണം ഇപ്പോൾ തൻ്റെ ഇളയ ചെറുമകളുടെ മകൾക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. അഹാനയുടെ വിവാഹത്തിനായി അമ്മുമ്മ മാറ്റിവെച്ചിരുന്ന അമ്മുമ്മയുടെ സമ്പാദ്യം, അമ്മുവിൻ്റെ വിവാഹത്തിന് അമ്മുവിന് നൽകാൻ വച്ചിരുന്ന സമ്മാനം ഇപ്പോഴിതാ തൻവിയുടെ മകൾക്ക് നൽകിയിരിക്കുകയാണ് അമ്മുമ്മ. എനിക്കിനി ഇത് നൽകാൻ ആരുമില്ല മക്കളെ, എനിക്കിനി ഇത് കൊടുക്കാനും ആർക്കുമില്ല, അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തൻവിയുടെ മകളെ ഏൽപ്പിക്കുകയായിരുന്നു. തൻവിയുടെ കൈകളിലേക്ക് തന്നെയാണ് അമ്മുമ്മ അത് നൽകിയത്. അതെന്തായാലും നന്നായി. തൻവിക്ക് തന്നെയാണ് അമ്മുമ്മ കൊടുക്കേണ്ടത്, മറ്റാർക്കുമല്ല. തൻവിയാണല്ലോ അമ്മുമ്മയെ നോക്കുന്നത്. തൻവിക്ക് അമ്മ പോലും അങ്ങനെ നോക്കാറില്ല. അതുകൊണ്ട് അമ്മുമ്മ അത് തൻവിക്ക് കൊടുത്തത് തന്നെയാണ് നല്ല കാര്യം. അഹാനേക്കാളും അത് അർഹതപ്പെട്ടത് ഒരുപക്ഷെ തൻവിയുടെ മകൾ തന്നെയാണെന്നേ ഞങ്ങൾ പറയൂ. അത് അഹാനയോട് ദേഷ്യമുള്ളത് കൊണ്ട് ഒന്നുമല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻവിക്കും അത് അർഹതപ്പെട്ടത് തന്നെയാണ്. അഹാന അത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും യോഗ്യതയും അതുപോലെ തന്നെ അത് തൻവിക്ക് തന്നെയായിരിക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് പലരും അമ്മുമ്മയെ പിന്തുണച്ചുകൊണ്ട് എത്തുകയാണ്. എന്നാൽ അഹാന അമ്മുമ്മ വിഷയത്തിൽ അമ്മുമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണെങ്കിൽ പോലും ഇത് അഹാനയ്ക്ക് വേണമെന്നൊന്നുമില്ല. അഹാനയ്ക്ക് കൊടുക്കാതെ തൻവിയുടെ മകൾക്ക് കൊടുത്തത് നന്നായി. അതൊരു കുഞ്ഞുകുട്ടി തന്നെയാണല്ലോ. എന്തായാലും വിവാഹത്തിന് പോകില്ല എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അഹാനയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് ആ കുഞ്ഞിന് കൊടുക്കുന്നതിൽ തെറ്റുമില്ല. അങ്ങനെ അമ്മുമ്മയെ പിന്തുണയ്ക്കുന്നവരുണ്ടെങ്കിൽ പോലും അഹാന അമ്മുമ്മ വിഷയത്തിൽ ആ നടന്ന പ്രശ്നത്തിൽ പലരും അമ്മുമ്മയെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് സത്യം. അമ്മുമ്മ അഹാനെ മോശമായി പറഞ്ഞു എന്നും, മോശം വാക്കുകൾ എന്നത് ഒരു സാധാരണ അമ്മുമ്മയോ അമ്മയോ പോകട്ടെ, ഒരു മനുഷ്യൻ പോലും മറ്റൊരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് തൻ്റെ അമ്മുമ്മ തന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തൻവി വരുന്നതിന് മുൻപ് കഴിഞ്ഞ ഒക്ടോബർ ആയപ്പോൾ തന്നെ അമ്മുമ്മയുമായിട്ടുള്ള എല്ലാ സമ്പർക്കവും ഞാൻ അവസാനിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് വെളിയിൽ വന്നു അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടു പറയേണ്ടി വന്നു എന്നത് മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്ളോഗുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ അമ്മുമ്മയുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. അതൊരു സത്യം തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നും അഹാന പറയുന്നുണ്ട്. അഹാന പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ ഇത്രയും അധികം വഷളായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത്. ആദ്യം തൻവിയുടെ വീഡിയോ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ അഹാന ഇതിന് പ്രതികരിച്ചൊരു വീഡിയോ പങ്കുവച്ചു. അതിലൂടെ തന്നെയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മാസങ്ങളായി ഈ കുടുംബത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വളരെയധികം ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.